വെൽക്കം ടു മൈ സബ്ട്യൂബ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഒരു എൻക്വയറി അനുസരിച്ചിട്ടാണ്. തുടക്കക്കാർക്ക് നമുക്ക് എങ്ങനെയാണ് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ചാനലിനെ എത്തിക്കാൻ സാധിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതിന് സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കതിൻ്റെ കാറ്റഗറി ട്രാവലിംഗ് റിലേറ്റഡ് ആയിരിക്കണം. ഒന്നെങ്കിൽ എൻ്റർടൈൻമെൻറ്റ്, അല്ലെങ്കിൽ പീപ്പിൾ ആൻഡ് വ്ളോഗ്സ്, കാർസ് ആൻഡ് വെഹിക്കിൾസ്, അങ്ങനെയുള്ളൊരു കാറ്റഗറി ആയിരിക്കുമല്ലോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയെ മാറ്റി നമ്മൾ മറ്റൊരു കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇതൊരിക്കലും ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ വ്ളോഗിങ് കണ്ടൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം ആളൊരു ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് ഇട്ടു. അപ്പോൾ ഇത് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പോൾ ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതും ആ ട്രാവലിംഗ് വീഡിയോസുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളിപ്പോൾ ഒരു ചാനൽ, എത്ര തുടക്കക്കാരായാലും, ഇപ്പോൾ ഒരു സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലാണെങ്കിൽ പോലും നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ടൈറ്റിൽ, ടാഗ്, ഡിസ്ക്രിപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻസിൽ നമ്മൾ കുറച്ച് ഹാഷ് ടാഗുകളൊക്കെ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഈ ഹാഷ് ടാഗും ടൈറ്റിലും ടാഗ്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഈ കണ്ടൻറ്റിനെ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ സെർച്ച് എഞ്ചിനിലും വരുന്നത്. അപ്പോൾ ഒരാൾ യൂട്യൂബ് സെർച്ചിൽ ചെയ്യാണ്, ഒരു ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോസിനെ പറ്റി സെർച്ച് ചെയ്യുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോസ് സജസ്റ്റഡിലേക്ക് കാണിക്കുമ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ടൈറ്റിൽ, ടാഗ്, ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇങ്ങനെയുള്ള കീവേഡ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താലേ അത് വരുള്ളൂ. അപ്പോൾ എന്താ വിചാരിക്കുക, ഇന്ന് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഒരു 24 മണിക്കൂർ എടുത്ത യൂട്യൂബ് അതിൻ്റെ അൽഗരിതത്തെ പഠിച്ച് നാളെ മറ്റൊരു വീഡിയോ ഇടുമ്പോൾ ഏകദേശം ഇതേ ഒരു കമ്പാരിറ്റീവ്ലി ഇതേ സെയിം സാധനം തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ യൂട്യൂബ് അത് ഓരോ ദിവസവും നമ്മുടെ അൽഗരിതത്തെ നമ്മളുടെ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ അൽഗരിതത്തെ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഏകദേശം ഒരു 1 വീക്ക് കൊണ്ട് ഒരു 10-20 വീഡിയോസ് ഇട്ടിരിക്കുന്ന ഒരു ചാനലാണ്. ആ 20 വീഡിയോസ് വെച്ചിട്ട് അവരൊരു അൽഗരിതം സെറ്റ് ചെയ്യും. ഇന്ന ആൾക്കാരാണ് ഇത് ഇഷ്ടപ്പെടുന്നത്, ഇന്ന ആൾക്കാരാണ് അത് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഒരു 24 മണിക്കൂർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അവർ സജസ്റ്റഡ് കുറച്ച് പേരെ ഈ വീഡിയോ കാണിക്കും അല്ലേ. അപ്പോൾ ഈ വീഡിയോ സജസ്റ്റഡിൽ കാണിക്കുമ്പോൾ ആളുകൾ ഈ വീഡിയോയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ. ഈ കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ ആളുകളത് ഫുള്ളായിട്ട് കാണും, അല്ലെങ്കിൽ ഒരു ഹാഫ്, അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം കാണും. ഇപ്പോൾ 5 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ ഒരു 3 മിനിറ്റെങ്കിലും അത് നല്ല രീതിയിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ യൂട്യൂബ് അത് ഒരു നല്ല വീഡിയോ ആയിട്ട് അതിനെ സെലക്ട് ചെയ്യും. ഇനി അത് റിപ്പീറ്റ് വാല്യൂ ഉള്ളതാണെങ്കിൽ ചിലവരത് റിവൈൻഡ് അടിച്ചിട്ട് കാണും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡ്രൈവിംഗ് ക്ലാസ്, അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് ക്ലാസ്, ഡാൻസിങ് ക്ലാസ് വീഡിയോസ്, ഇങ്ങനത്തെയൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ആണെങ്കിൽ ആളുകളത് പെട്ടെന്ന് ഡൗൺലോഡിങ്ങിലേക്ക് പോകാതെ വീണ്ടും 1-2-3 വട്ടങ്ങളൊക്കെ റിവൈൻഡ് അടിച്ച് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് റെക്കമെൻഡേഷനിലേക്ക് പോകാൻ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടൻറ്റുകളാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ റെക്കമെൻഡ് ചെയ്യേണ്ടത്. ഇനി ഈ 20 വീഡിയോസ് ഇട്ട ഒരു ചാനലിൽ ട്രാവൽ റിലേറ്റഡ് ഇട്ടു. അപ്പോൾ യൂട്യൂബ് ഓൾറെഡി റെക്കമെൻഡേഷനിലും യൂട്യൂബ് സെർച്ചിലും ഒക്കെ ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് കണ്ടൻറ്റ്സ് വരുമ്പോൾ സജസ്റ്റഡിലൊക്കെ കാണിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കുക. അങ്ങനെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ഗെയിമിംഗ് വീഡിയോ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്തു. ആ വീഡിയോയുടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും അതിൻ്റെ ഹാഷ് ടാഗും എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് മിസ്മാച്ച് വരും. മുൻപ് ചെയ്തിരുന്ന വീഡിയോസും ഈ വീഡിയോസുമായിട്ടൊരു മിസ്മാച്ച് വരും. അതിൻ്റെ അൽഗരിതത്തിൽ വ്യത്യാസം വരും. അപ്പോൾ യൂട്യൂബിന് തന്നെ കൺഫ്യൂഷനാവും, ഇത് ഞാൻ ഏത് ടൈപ്പ് ഓഫ് ആളുകളിലേക്കാണ് എത്തിക്കേണ്ടതെന്ന്. അപ്പോൾ ട്രാവലിംഗ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ റെക്കമെൻഡേഷനിൽ ഗെയിമിംഗ് വീഡിയോസ് വരുമ്പോൾ അവരത് കാണില്ല. അപ്പോൾ യൂട്യൂബിന് തന്നെ കൺഫ്യൂഷനാവും ഇത് ആരെയാണ് കാണിക്കേണ്ടത് എന്നുള്ളത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്തത് മറ്റൊരു കുക്കറി വീഡിയോ, അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഫണ്ണി വീഡിയോ അങ്ങനെയൊക്കെ ഇടുമ്പോൾ മാറ്റി നമ്മൾ സബ്ജക്റ്റ് ആഡ് ചെയ്യുമ്പോഴേക്കും യൂട്യൂബ് ടോട്ടലി അൽഗരിതം ചേഞ്ച് ആകും. അപ്പോൾ ഇതൊരിക്കലും റെക്കമെൻഡേഷനിലോ സജസ്റ്റഡിലോ പോവില്ല. അപ്പോൾ ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. തുടക്കക്കാർക്ക് എപ്പോഴും പറ്റുന്നതിന് മിസ്റ്റേക്കാണ്, അവർക്ക് കണ്ടൻറ്റിലൊരു ഫിക്സ്ഡ് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. കൺസിസ്റ്റൻസി ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പല യൂട്യൂബേഴ്സും പറയാറുണ്ട്. പക്ഷേ
അവരുടെ ചാനൽ, ഈ പറയുന്ന ആൾക്കാരുടെ ചാനൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ മറ്റൊരു കണ്ടൻറ്റും അതിൽ അപ്ലോഡ് ചെയ്യാറില്ല. ഇപ്പോൾ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നവർ അവർ ആ വീഡിയോസ് മാത്രമായിരിക്കും ഇടുന്നത്. അതേപോലെ യൂട്യൂബ് ചാനലിൻ്റെ ട്രിക്സ്, ടിപ്സ് അങ്ങനെ ഉള്ള വീഡിയോസ് ഇടുന്നവർ അവരത് മാത്രമായിരിക്കും ഇടുന്നത്. നമ്മളിപ്പം ടോപ്പിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സിനെയൊക്കെ നമ്മൾ നോക്കിയാലറിയാം. ഇപ്പോൾ ഗെയിമിംഗ് ചാനലിലൊക്കെ ടോപ്പിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ അവരൊരിക്കലും ഒരു കുക്കിംഗ് വീഡിയോ അതിനകത്ത് ഇടില്ല. കാരണം എന്താണ്, അവരുടെ ഓഡിയൻസിനെ റെക്കമെൻഡേഷനിൽ പോകാനുള്ള അൽഗരിതം ചേഞ്ച് ആകും. ഇതാണ് ഇതിൻ്റെ മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇതെല്ലാവർക്കും അറിയാമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അയക്കാവുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.